എല്ലാവർക്കും നമസ്കാരം. പഞ്ചാക്ഷര മാഹാത്മ്യത്തെക്കുറിച്ച് ഒരു വാക്ക്. ഓം നമഃ ശിവായ. സംഹാരകർത്താവായ ശ്രീ പരമേശ്വരനെ പെട്ടെന്ന് പ്രീതിപ്പെടുത്തുവാൻ ഉതകുന്ന ജപങ്ങളാണ് നാമകീർത്തനം, ധ്യാനം, അർച്ചനം, പ്രദക്ഷിണം. ഇവയെല്ലാം ഭഗവാന് ഏറെ പ്രീതികരമാണ്. എന്നാലും അവയേക്കാൾ 100 മടങ്ങ് പുണ്യപ്രദമാണ് ശിവകഥകൾ പറയുന്നതും കേൾക്കുന്നതും. ഈ ലോകം തന്നെ ശിവമയമാണ്. ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ മഹാദേവൻ തന്നെയാണ് ത്രിമൂർത്തികളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രനും ചന്ദ്രനും കാണപ്പെടുന്നതും കേൾക്കുന്നതുമെല്ലാം ശിവൻ തന്നെ. ശങ്കര ഭഗവാന്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ വിശ്വാസം, ഭക്തി, വിനയം എന്നീ 3 ഗുണങ്ങളും ഉണ്ടായിരിക്കണം. നാമജപങ്ങൾ കൊണ്ട് ഭഗവാൻ വേഗത്തിൽ പ്രസാദിക്കും. ഇനി മന്ത്രങ്ങൾ ഉരുവിട്ടാലോ? ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. പ്രസാദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രമാണ്. എല്ലാ സ്ത്രീകളും പഞ്ചാക്ഷര മന്ത്രം എപ്പോഴും ഉരുവിടുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഒപ്പം ഉണ്ടാകും. ഹരിദ്വാർ, കാശി, പ്രയാഗ, രാമേശ്വരം, ഗോകർണം, കാളഹസ്തി, കുംഭകോണം, ചിദംബരം, ദക്ഷിണ കൈലാസം ഇവയെല്ലാം പഞ്ചാക്ഷര മന്ത്രജപത്തിന് ഉത്തമമായ പുണ്യസ്ഥലങ്ങളാണ്. അതിനൊക്കെ പുറമെ നമ്മുടെ സ്വന്തം ഭവനങ്ങളും പഞ്ചാക്ഷര പുണ്യമന്ത്രജപത്തിന് ഉത്തമമാണ്. ഓം നമഃ ശിവായ. ചന്ദനവും പനിനീരും ചന്ദ്രകാന്തവും തോൽക്കുന്ന തണുപ്പ് പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹിമയാണ്. കണ്ണുകൾ ഓരോന്നിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും വഹിക്കുന്ന മുക്കണ്ണനായ ഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നവർ ചന്ദ്രികയെപ്പോലെ ശീതളിമ വഹിക്കുന്നതിൽ അത്ഭുതം ഒട്ടും ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ് പഞ്ചാക്ഷര മന്ത്രം. അതെ, ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം സദാ ജപിക്കുന്നതിലൂടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കാര്യവിജയവും ഉണ്ടാകട്ടെ. ശങ്കരായ 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 മംഗളം. ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം. സുന്ദരേശ മംഗളം. സനതനായ മംഗളം. ചിന്മയായ സന്മയായ തന്മയായ മംഗളം. അനന്തരൂപ മംഗളം. ചിരന്തനായ മംഗളം. നിരഞ്ജനായ മംഗളം. പുരഞ്ജനായ മംഗളം. അജഞ്ചലായ മംഗളം. അകിഞ്ചനായ മംഗളം. ജഗൽ ശിവായ മംഗളം. നമഃ ശിവായ മംഗളം.